കാരണം ലൈവ് ഉണ്ട്, ആ ലൈവ് റെക്കോർഡായിട്ട് കിടക്കും, പിന്നെ പേളിൽ വേറെ വീഡിയോ ഉണ്ടാവും അല്ലെ. 3 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോ നമുക്ക് ഏതെങ്കിലും മറന്നുപോയി പെട്ടെന്ന്, അപ്പൊ നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പം പിന്നെ ഒന്നും കൂടെ കത്തി. കാരണം നമുക്ക് ഏത് സമയത്ത് വേണേലും എടുത്ത് കാണാം. കുറെ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് നല്ലോണം സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നീറ്റിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഞാൻ ഏകദേശം 5 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുവോ, പക്ഷെ ഞാൻ വിചാരിച്ച ആൻസേഴ്സ് ഒക്കെ തെറ്റായിരുന്നു. നമ്മുടെ LMRPയിലെ ക്വസ്റ്റ്യൻസ് അതിന് മുമ്പ് നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് LMRPയിലെ പല ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കണ്ടുപിടിച്ച് എവിടെ നിന്നെടുത്ത ക്വസ്റ്റ്യൻസാ. സത്യത്തിൽ അതെല്ലാം നമ്മുടെ NCERT തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ. പക്ഷെ നമുക്ക് അത് ഇട്ടത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയി NCERT ആയിട്ട്. ഹായ്, 2024 നീറ്റിലെ സൈലത്തിന്റെ ടോപ്പേഴ്സിൽ, അതും ഓൺലൈൻ ബാച്ചിലെ ടോപ്പറെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. ശ്രീലക്ഷ്മി എന്റെ കൂടെയുണ്ട്. ഹായ് ശ്രീലക്ഷ്മി. മോളുടെ വീട് എവിടെയാ? കൊല്ലം കരുനാഗപ്പള്ളിയാണ്. മോള് ഓൺലൈൻ റിപ്പീറ്റർ ആയിരുന്നില്ലേ? ആണ്, ഫീനിക്സിലായിരുന്നില്ലേ? ഓൺലൈൻ ഫീനിക്സ് ആയിരുന്നു. ഓക്കെ, എങ്ങനെയാ മോള് സൈലത്തിലേക്ക് വരുന്നത്? സൈലത്തെ കുറിച്ച് എങ്ങനെയാ കേൾക്കുന്നത്? സൈലം ഞാൻ +2 കഴിഞ്ഞപ്പം റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം എല്ലാരും പറഞ്ഞ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോവാം. പക്ഷെ ഞാൻ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ക്രാഷിന് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ. അപ്പൊ പിന്നെ റിപ്പീറ്റിന് പോകാൻ തീരുമാനിച്ചപ്പോൾ സൈലം തന്നെ ഞാൻ ചൂസ് ചെയ്ത്. എനിക്ക് ഫാക്കൾട്ടീസിന്റെ ഒക്കെ ക്ലാസ് ഒക്കെ നല്ല ഇന്ററാക്ഷൻ നല്ലോണം തോന്നി എനിക്ക്. എങ്ങനെയുണ്ടായിരുന്നു സൈലത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഫീനിക്സിൽ? ക്ലാസ്സസ് ഒക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു സാറിന്റെ ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് സാറാണോ നമുക്ക് നല്ലോണം മനസ്സിലാവുന്നത് നമുക്ക് പോയി കാണാം ക്ലാസ്സസ്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ മനസ്സിലാവുന്നത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്ക് എപ്പോ വേണേലും കാണാം, റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് കാണും. കാരണം ലൈവ് ഉണ്ട്, ആ ലൈവ് റെക്കോർഡായിട്ട് കിടക്കും, പിന്നെ പേളിൽ വേറെ വീഡിയോ ഉണ്ടാവും അല്ലെ. 3 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളപ്പോ നമുക്ക് ഏതെങ്കിലും മറന്നുപോയി പെട്ടെന്ന്, അപ്പൊ നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പം പിന്നെ ഒന്നും കൂടെ കത്തി. കാരണം നമുക്ക് ഏത് സമയത്ത് വേണേലും എടുത്ത് കാണാം. രാത്രി ഉറക്കത്തിനിടയിൽ അയ്യോ ആ ടോപ്പിക് മറന്നു പോയല്ലോ എന്നായിരിക്കും നമുക്ക് വേഗം എടുത്ത് കാണാം അല്ലെ. സൗകര്യം ഉണ്ട് ഓൺലൈൻ. ഓക്കെ, അപ്പൊ ഓൺലൈനിലാവുമ്പോൾ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഡൗട്ട് ക്ലിയറൻസസ് ഒക്കെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഉടനെ തന്നെ സാറുമാര് നമുക്ക് അതിന് റിപ്ലൈയും തരും. അല്ലെങ്കിൽ നമുക്ക് ചില ഡൗട്ട്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നാലേ മനസ്സിലാക്കുള്ളൂ. അപ്പൊ നമുക്ക് മെന്റേഴ്സ് നമുക്ക് വോയിസ് ഇടാം. അപ്പൊ നമുക്ക് സാറുമാരുടെ അടുത്ത് മെന്റേഴ്സ് പറഞ്ഞിട്ട് സാറുമാർ നമുക്ക് വോയിസ് ആയിട്ട് അല്ലെങ്കിൽ അവര് തന്നെ എഴുതിയിട്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും പറയുന്നത്. പക്ഷെ അവസാന സമയത്ത് ഒരു റിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് അതെങ്ങനെയാ സംഭവിച്ചേ? എന്നുവെച്ചാൽ എനിക്ക് ഓൺലൈൻ GIBs അതിനെല്ലാം അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഓഫ്ലൈൻ ക്യാമ്പസിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റി. എനിക്ക് റിവിഷനിൽ നമ്മൾ ഒരുപാട് തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലായിട്ടും അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടും ഒരുപാട് തവണ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മുടെ ഒരു LMRP അല്ലെ, എങ്ങനെയുണ്ടായിരുന്നു LMRP? ആണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് തന്നെ ഇമ്പ്രൂവ് ആയി. ഞാൻ നല്ലോണം ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 685 എന്നുള്ള സ്കോർ ഞാൻ ഇതുവരെ ഇതിന് മുമ്പുള്ള എക്സാംസിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ആയിട്ടാണ് എനിക്ക് നീറ്റിനാണ് ഈ സ്കോർ വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നല്ലോണം നെഗറ്റീവ് അടിച്ചു. നല്ലോണം നെഗറ്റീവ് നമുക്ക് എനിക്ക് കിട്ടേണ്ട മാർക്കിനെക്കാട്ടും നല്ലോണം ബാക്കിലോട്ട് പോകും. അപ്പം ഇവിടെ വന്ന് ഓരോ ദിവസം എക്സാംസ് എഴുതിയാണ് എനിക്ക് മനസ്സിലായത്. സാറുമാർ എഴുതിയാൽ പിന്നെ പറയാൻ തുടങ്ങി. സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് വരാറുണ്ടായിരുന്നു. പിന്നെ സാറുമാര് പറഞ്ഞ് കുറെ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നമുക്ക് നല്ലോണം സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നീറ്റിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഞാൻ ഏകദേശം 5 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുവോ, പക്ഷെ ഞാൻ വിചാരിച്ച ആൻസേഴ്സ് ഒക്കെ തെറ്റായിരുന്നു. ചെയ്യാതിരുന്നത് എനിക്ക് തോന്നി നല്ലതായിരുന്നു. നമ്മുടെ LMRPയിലെ ക്വസ്റ്റ്യൻസ് അതിന് മുമ്പ് നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് LMRPയിലെ പല ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കണ്ടുപിടിച്ച് എവിടെ നിന്നെടുത്ത ക്വസ്റ്റ്യൻസാ. സത്യത്തിൽ അതെല്ലാം നമ്മുടെ NCERT തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ. പക്ഷെ നമുക്ക് അത് ഇട്ടത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയി NCERT ആയിട്ട്. എന്നുവെച്ചാൽ അതിന് മുമ്പ് ഞാൻ LMRPക്ക് വരുന്നതിന് മുമ്പ് ഇത്ര ഒന്നും ഞാൻ നോക്കിയിട്ടില്ല NCERT. പക്ഷെ നമുക്ക് ഈ എക്സാംസിന് മാർക്ക് കിട്ടണമല്ലോ വിചാരിച്ച് നമ്മൾ അത് ഫുൾ ഇരുന്ന് വായിക്കും. അങ്ങനെ വായിച്ച് കിട്ടാത്ത പോയിന്റ്സ് ഒക്കെ ഞാൻ പിന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി വേറൊരു ബുക്കിലോട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ അതാ നോക്കിയത്. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് LMRPയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ. മോള് അവസാന സമയത്ത് ഇവിടെ ഹോസ്റ്റലിലായിരുന്നല്ലോ, എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ ലൈഫ്? അത്രയും നാള് വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് ഹോസ്റ്റലിൽ വന്നു. എനിക്കത് പേടിയുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹോംസിക് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് ഹോസ്റ്റലുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോ എന്റെ മെന്റർ ആയാലും വാർഡൻ ആയാലും എല്ലാരും എന്നെ ഭയങ്കര ക്ലോസ് ആയി ഞങ്ങൾ എല്ലാരുമായിട്ട്.
പിന്നെ നമ്മുടെ റൂംമേറ്റ്സ് ആയാലും നമുക്ക് എപ്പോൾ എന്ത് ഡൗട്ട് വേണേലും പോയി ചോദിക്കാം അവരോട്, അവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ. എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കും അവർ ചോദിക്കുന്നത്, അപ്പം നമ്മൾ ഒന്നും കൂടി അതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പം അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഹോസ്റ്റൽസ് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല. നമ്മുടെ ഓൺലൈനിലായിരുന്ന സമയത്തുണ്ടായിരുന്ന പരീക്ഷകൾ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിരുന്നു? നമുക്ക് എല്ലാ വീക്കിലും എക്സാംസ് കാണുമല്ലോ. അതുമല്ലാതെ നമുക്ക് ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും എക്സാംസ് കാണും. ഓരോ ടോപ്പിക്സ് അപ്പം നമുക്ക് ഈ വീക്ക്ലി എക്സാംസ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സേ കഴിയുന്നുള്ളെങ്കിൽ പോലും 720 എക്സാം. അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് തന്നെ അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം നമുക്ക് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അത്രയും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിരുന്നു. അതിന്റെ റിസൾട്ട് വരാൻ ഡിലേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല? നമുക്ക് ഉടനെ തന്നെ വരും. നമുക്ക് എത്ര കറക്റ്റ് ഉണ്ട് ഇൻകറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാം, എത്ര കറക്റ്റ് എത്ര ഇൻകറക്റ്റ്, നമ്മുടെ ടോട്ടൽ പെർസെന്റേജ് എത്ര ഉണ്ട്, ഇത്ര പേര് എഴുതിയതില്ല. അപ്പൊ നമുക്ക് നല്ലോണം ഇംപ്രൂവ് ചെയ്യാം. ഈ പരീക്ഷകൾ മോളെ നീറ്റ് എക്സാമിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവും? എഴുതിയ പരീക്ഷകളൊക്കെ എനിക്ക് നല്ലോണം ഇംപ്രൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ എക്സാംസ് കാരണം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേയൊക്കെ എക്സാംസ് ജസ്റ്റ് എഴുതത്തതേ ഉള്ളായിരുന്നു, അതിന്റെ അനാലിസിസ് ചെയ്യുവോ ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്. അപ്പം പിന്നെ എനിക്ക് നല്ലോണം ഇംപ്രൂവ്മെന്റ് ആയി. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും മോൾ ആഗ്രഹിച്ച ഒരു സ്കൂളിലേക്ക് എത്തിയാണ് അല്ലേ? ഓക്കെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നാണ് മോളുടെ ഒരു ആഗ്രഹം ഇപ്പോൾ? അങ്ങനെ എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം എന്നാണ് മോളുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ മോളെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. ഒരു ഗംഭീര ഡോക്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.